ജീത്തു ജോസഫ് ഒരു മാസ്റ്റർ മൈൻഡ്. എത്ര പ്രതീക്ഷയോടെ വന്നാലും പ്രേക്ഷകർ തൃപ്തരാകുന്ന ചിത്രമെന്ന് ദൃശ്യം 3യുടെ ആദ്യ ഷോ കണ്ടിറങ്ങിയവരുടെ പ്രതികരണം. ഇമോഷണൽ ഡ്രാമയായ ചിത്രം ജിത്തുവിന്റെ ഏറ്റവും മികച്ച വർക്കാണെന്നും അദ്ദേഹം ഒരു മാസ്റ്റർ മൈൻഡായ സംവിധായകനാണെന്നുമാണ് പ്രതികരണം. ദൃശ്യം 1, 2 ചിത്രത്തെക്കാളും മികച്ച കഥയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ജോർജ് കുട്ടി അയാളുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും എന്ന് കാണിച്ചു തരുന്ന ചിത്രമാണിതെന്നും പ്രേക്ഷകർ പറയുന്നു. 2013-ലാണ് ദൃശ്യം 1 പുറത്തിറങ്ങിയത്. സിനിമാ പ്രേമികളെ ആസ്വാദനത്തിന്റെ പരകോടിയിലെത്തിച്ച ചിത്രമായിരുന്നു അത്. തുടർച്ചയായി വന്ന ദൃശ്യം 2വും പ്രേക്ഷകരെ പിടിച്ചിരുത്തി. ഇപ്പോഴിതാ അതിലും ഗംഭീരമായ അഭിപ്രായമാണ് ദൃശ്യം 3ക്ക് ലഭിക്കുന്നത്. ചിത്രം ആഗോളതലത്തിൽ തന്നെ 25 കോടിയാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ നേടിയത്. ബോക്സ് ഓഫീസിൽ 100 കോടി അതിവേഗം നേടുമെന്നും വിലയിരുത്തപ്പെടുന്നു. മോഹൻലാലിന്റെ പ്രകടനവും തിരക്കഥയും മേക്കിങ്ങുമാണ് ചിത്രത്തിന്റെ ശക്തി. പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ സ്ക്രീനിൽ തെളിയുന്നു. അത്ഭുതത്തോടെയല്ലാതെ പിന്നീട് സിനിമ കണ്ടു തീർക്കാൻ കഴിയില്ല. ജോർജ് കുട്ടിയുടെ സഞ്ചാരമാണ് ദൃശ്യം പരമ്പര. ക്ലാസിക് ക്രിമിനൽ എന്നാണ് പ്രേക്ഷകർ ജോർജ് കുട്ടിയെ വിശേഷിപ്പിച്ചത്. 3ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ ക്രിമിനലിനേക്കാൾ ക്ലാസിക് അച്ഛനാണ്. കുടുംബത്തെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന അച്ഛൻ. മലയാള സിനിമയുടെ ക്ലാസിക് ക്രിമിനലിന്റെ കഥ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നാണ് പ്രേക്ഷക പ്രതികരണം.